അർബി സനൂപ് കൂടെ ചേരുന്നുണ്ട്. സനൂപ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു വിലാപയാത്ര? ജിൽസി ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ കായംകുളത്തേക്ക് എത്തുന്നതാണ്. കായംകുളത്ത് വലിയൊരു ജനാവലി തന്നെ വി എസിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലും വി എസിനെ കാണുന്നതിന് വേണ്ടി ആളുകൾ കൂടി നിൽക്കുന്നത്. ബസ്സൊക്കെ തന്നെ തയ്യാറാക്കി വി എസിനെ കാത്ത് നിൽക്കുകയാണ്. നമ്മൾ കണ്ടതാണ് 10 മണിക്കൂർ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ല കയറാൻ, കൊല്ലത്ത് നിന്ന് ആലപ്പുഴ കയറാൻ 7 മണിക്കൂറും എടുത്തു. ഇപ്പോ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വി എസിന്റെ സ്വന്തം നാട്, വി എസിന്റെ ജന്മനാടാണ്. ഇവിടെ ഇപ്പോ പലയിടത്തായിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി തുടങ്ങിയിട്ടുണ്ട്. വി എസിനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരമാണ് നടക്കുന്നത്. അതിനു മുമ്പേ നേരെ ഇന്നിപ്പോ കൊണ്ടുപോകുന്നത് വി എസിന്റെ വീട്ടിലേക്കാണ്, വേലിക്കകത്തെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിച്ച ശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ട്. അവിടുന്ന് റിക്രിയേഷൻ ക്ലബിലും പൊതുദർശനമുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ദേശിച്ച സമയം പോലെ ഈ പൊതുദർശനം ഉണ്ടാവുമോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാവും എന്നുള്ള സൂചന തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ നൽകുന്നത്. എന്തായാലും വി എസിനെ അവസാനമായി കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടി തയ്യാറായിരിക്കുകയാണ്. ഇപ്പോ കൂടുതലും ഈ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നത് കായംകുളത്താണ്. കായംകുളത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത പോയിന്റിലേക്ക് തിരിക്കും. കൂടുതൽ പോയിന്റുകൾ ഇവിടെ ഒരുക്കിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ പലയിടത്തായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ വീണ്ടും ഒന്ന് കാണാൻ, അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി. കായംകുളം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കരിയിലക്കുളങ്ങരയാണ്. അവിടെയാണ് പോയിന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനുശേഷം നങ്ങിയാർ കുളങ്ങരയിലും ഹരിപ്പാട് KSRTC ജംഗ്ഷൻ പ്രദേശത്തും ഉണ്ടാകും. അതിനുശേഷം ഡാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ, അതേപോലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, അതിനുശേഷം കുറവൻതോട് വഴി അദ്ദേഹത്തിന്റെ വസതിയായിട്ടുള്ള വേലിക്കകത്തെ വീട്ടിലേക്കും അദ്ദേഹത്തെ കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പിന്നെ കൊണ്ടുപോകുന്നതാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും തുടർന്ന് റിക്രിയേഷൻ ക്ലബിലേക്കും. വൈകുന്നേരം 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നടക്കും എന്നാണ് നേതാക്കൾ എല്ലാം തന്നെ പറയുന്നത്. പരിപാടികളിൽ മാറ്റമുണ്ടാവില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മനാട് അദ്ദേഹത്തെ ഒരു നോക്കുകൂടി കാണുവാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം KPSC ജംഗ്ഷനിലേക്കാണ് കടന്നത്. അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനേക്കാളേറെ ജനക്കൂട്ടം കായംകുളത്ത് ഉണ്ട്. ജിൽസി, അദ്ദേഹത്തിനെ നമ്മൾ കണ്ടാണ്. 17 മണിക്കൂറായി ഈ വിലാപയാത്ര ആരംഭിച്ചിട്ട്. തിരുവനന്തപുരത്ത് വലിയ ജനാവലി ഉണ്ടായിരുന്നു. കൊല്ലത്ത് പാതിരാത്രിയിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പല പോയിന്റിലായിട്ടും അല്ലാതെയും ഒക്കെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ശക്തമായ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോ ആലപ്പുഴയാണ് വി എസിനെ എതിരേൽക്കുന്നത്. വി എസിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുവരുന്ന വിലാപയാത്രയെ കാണുന്നതിന് വേണ്ടി, വി എസിനെ കാണുന്നതിന് വേണ്ടി ജനം ഈ മഴയത്തും ആലപ്പുഴ ജില്ലയിലും തിങ്ങി നിറയുകയാണ്. ജിൽസി, ഈ മഴയൊന്നും വകവയ്ക്കാതെ തന്നെ ആലപ്പുഴയിലും ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക് പ്രിയ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നത്. 16 മണിക്കൂറിലധികമാണ് 2 ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും പിന്നിടാൻ എടുത്ത സമയം. അവിടങ്ങളിലൊക്കെ തെരുവോരങ്ങൾ തിങ്ങി നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പ്രിയ സഖാവിനെ കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും. അവരുടെ ഹൃദയത്തിൽ നിന്നുയർന്ന പ്രതിധ്വനികൾ നമ്മൾ രാവിലെയൊക്കെ കേട്ടതാണ്. മഴയുണ്ടായിരുന്നു, അതിനൊന്നും വകവെച്ചില്ല. ഇരുട്ടായിരുന്നു, അതിനെ വകവെച്ചില്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയ സഖാവിന് അവർ ഇത്രയും കാലം നെഞ്ചിലേറ്റിയ വി എസിന് ആദരാഞ്ജലി അർപ്പിക്കണം. അതിന് മഴയോ വെയിലോ മഞ്ഞോ മഴയോ ഒന്നും തടസ്സമായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഇരുട്ടിനെ പോലും വകവയ്ക്കാതെ അവർ കാത്തു നിന്നു. കാരണം പലരോടും ചോദിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, രാത്രി വന്നതാണ്, വൈകിട്ട് വന്നതാണ്. കാരണം ഇന്നലെ നിശ്ചയിച്ച പ്രകാരം രാത്രി എത്തേണ്ടതായിരുന്നു.
ആലപ്പുഴയിൽ തന്നെ. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ നേരത്തെ പ്ലാൻ അനുസരിച്ച് തന്നെ എത്തിയ ആളുകൾ അവർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയില്ല. അവർ VS-നെ കാണുന്നത് വരെ, അവർ കയ്യിൽ ചുരുട്ടിയെടുത്ത ഒരുപിടി റോസാ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് വരെ അവർ അവിടെ കാത്തുനിന്നു. എന്നിട്ട് VS-നെ കണ്ടു. അവർ മുഷ്ടി ആകാശത്തേക്ക് ഉയർത്തി വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർ VS-ന് അവസാന യാത്രയയപ്പ് കൂടി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ഇതാ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് അത് KPSC ജംഗ്ഷനായിരുന്നു. അത് പിന്നിട്ട് കായംകുളത്തേക്ക് എത്തുമ്പോൾ അവിടെയും വലിയൊരാൾക്കൂട്ടം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കും സമയത്തിൻ്റെ കണക്കുകൾ അവർക്കും പറയാനുണ്ട്. എത്രയോ നേരം ഇന്നലെ രാത്രിയോ വൈകുന്നേരങ്ങളിലൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണ്. അവർക്കും അവരുടെ പ്രിയ സഖാവിനെ കാണേണ്ടതുണ്ടായിരുന്നു, അദ്ദേഹത്തോട് നന്ദി പറയേണ്ടതുണ്ടായിരുന്നു. അവർക്കായി ജനിച്ചതിനും അവർക്കായി പോരാടിയതിനും അതൊക്കെ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ആലപ്പുഴ വേലിക്കകത്ത് വീടും കാത്തിരിക്കുകയാണ്. അവിടെയും ഒരു വലിയ ജനസാഗരം ഇരമ്പുന്നുണ്ട് പ്രിയ സഖാവിനെ കാത്തുകൊണ്ട്.